ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ വർഷത്തിൽ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായം തുറക്കുന്ന, സന്തോഷത്തിൻ്റേതായിട്ടുള്ള അധ്യായം തുറക്കുന്ന സമയമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷു. ഈ ഒരു വർഷക്കാലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രേയസ്സും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും സർവേശ്വരകാരകനായിരിക്കുന്ന ജഗദീശ്വരനിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ച ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റേതായ സ്വാധീന ശക്തിയും മൂലം ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം തൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നതായ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനും ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എല്ലാ മേഖലകളിലും തന്നെ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ശ്രേയസ്, കുടുംബപരമായിട്ട് അഭിവൃദ്ധി, ഭൗതികമായ ഉണർവും ആത്മീയമായിട്ടുള്ള ചിന്തകളും വർദ്ധിക്കുന്നതായിട്ടൊരു സമയമാണ്. തൊഴിൽ മേഖലകളിലാണെങ്കിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പദവികളോ ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ്സിനോ ശമ്പള വർധനവിനോ എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കും ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷിച്ച് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.